6 മണിക്ക് എണീറ്റ് ഗൈസ്. തലവേദന എടുക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ. 450 മീറ്റേഴ്സ് നടക്കാനുണ്ട്. നല്ല രസമുണ്ട്. ഹായ് ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് അപ്പോൾ ശിവരാത്രിയാണ്. ഞാൻ ഇവിടെ ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിൾ പോവാണ്. അതൊരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്താന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് പോയോക്കെന്ന് വിചാരിച്ചത്. പിന്നെ ശിവരാത്രി ആണല്ലോ, നാട്ടിലായിരുന്നെങ്കിൽ എന്തായാലും വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിരുന്നു. സോ ഒന്ന് പോയോക്കാന്നുള്ള ഇതിൽ പോവാണ്. എൻ്റെ ഫ്രണ്ട് രാജു ആണ് കൂടെ ഉള്ളത്. നമ്മൾ മെട്രോയിൽ കുറച്ചപ്പുറം വരെ പോയിട്ട് എന്തായാലും നോക്കാം. കുറച്ച് തിരക്കാവുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് രാവിലെ നോക്കുന്നത്. ഇപ്പം ടൈം ഏകദേശം 6:30 ആയിട്ടുണ്ട്. രാവിലെ എണീക്കണൊക്കെ എന്ത് പണിയാലേ. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ യുലു ഒക്കെ ഉണ്ട്. ഇതുവരെ ഇതിൻ്റെ ടെക്നിക്കൊന്നും നോക്കിയിട്ടില്ല. എന്തൊക്കെ ചെറിയ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാമെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് ആപ്പൊക്കെ ഉണ്ട്. കുറേ കാലം ഇതുപോലെ രാവിലെയൊക്കെ എണീച്ചിട്ട് ഞാൻ 10 മണി 10:30 എണീക്കാറ് സാധാരണ. പക്ഷെ ഇന്നിപ്പോൾ ഇതിന് പോകാൻ വേണ്ടി ഞാൻ 6 മണിക്ക് എണീറ്റ് ഗൈസ്. ഐ അണ്ടർസ്റ്റുഡ് ദ ഡിഫിക്കൽട്ടി. ഇനി എന്തായാലും ഞാൻ എവിടെയും പോകണമെന്ന് പറയില്ല ഇത്രയും നേരത്തെ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 മെട്രോ കയറണം. ലൈക്ക് പർപ്പിൾ ലൈനിൽ മജസ്റ്റിക്കിൽ ഇറങ്ങാൻ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ട് ഉള്ളൊരു സ്റ്റോപ്പിലാണിത് ഗൈസ്. ഇതാ ഗൈസ്, എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണിത്. പിന്നെ അതാ അടുത്തു യെസ്. നമുക്ക് ചെല്ലാകട്ട സൈഡിലേക്കാണ് പോകേണ്ടത്. ചെല്ലാകട്ട എവിടെയാ? ചെല്ലാകട്ട ലെഫ്റ്റിൽ. എനിക്ക് എപ്പോഴും ഇത് മാറിപ്പോവും. തൽക്കാലം നമ്മൾ ലിഫ്റ്റിലാണ് പോണത്. എസ്കലേറ്ററിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ അവിടം വരെ പോകണം, ഇല്ല ഇവിടം വരെ പോകണം. സോ ലിഫ്റ്റ് ഇസ് ബെറ്റർ ഐ ഗസ്. അയ്യോ, ഒരു മെട്രോന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ മെട്രോ കിട്ടും. അപ്പുറത്തെ മെട്രോ ഗൈസ് വന്നത്. ഇപ്പോഴൊരു സമാധാനം. അതാ നമ്മളത് വരുന്നുണ്ട് ഗൈസ്. നമ്മളെ കാലി മെട്രോ എത്തി. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എവിടെ ഇരിക്കും? തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കാം. ഗൈസിന്റെ ഓഫീസും കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ് ലുക്ക്? 2 days ലുക്ക്. സണ്ണത അവിടെയാണുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ വരും. ആൻഡ് ഗൈസ്, ഇതാണ് സത്യസായി ഹോസ്പിറ്റൽ. നല്ല രസമാണ് കാണാൻ. മൊത്തം 1 മണിക്കൂറിൻ്റെ യാത്രയാണ്. നമ്മളിപ്പം മാറിക്കയറേണ്ട സ്ഥലത്ത് എത്താനായി. മജസ്റ്റിക്കിൽ ഇറങ്ങി കഴിഞ്ഞാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. തലവേദന എടുക്കാൻ തുടങ്ങി ഇപ്പം തന്നെ. അറിഞ്ഞൂടാ ഈ വേറെ ഗ്രീൻ ലൈനിൽ കയറിയാൽ സീറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. നോക്കാം ഗൈസ്. നമ്മളിവിടെ ഇറങ്ങി ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് 3rd പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. നടക്കാം. സ്ഥലം കുറച്ച് കുറവാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, നല്ല സൺകിസ്റ്റ് പറ്റിയ ടൈപ്പുള്ള സൺലൈറ്റ് ഒക്കെ പോയി ഇപ്പം മുഖത്തടിക്കുന്ന ടൈപ്പായി. കണ്ട വെയിൽ ഇപ്പം കറക്റ്റ് ഒരു 7:45 ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അൺസഹിക്കബിൾ ആവും. അപ്പം എന്ത് ചെയ്യും എന്നറിയില്ല. നമ്മൾ കൊടയും എടുത്തില്ല, എന്നിട്ട് അതിനടിക്കും ഉറപ്പാണ്. നമ്മൾ വിചാരിച്ച് എന്താണ് നമ്മൾ ഇസ്കോൺ ടെമ്പിൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുമെന്ന്. പക്ഷേ കിട്ടിയില്ല. നമുക്ക് പോയേക്കാം. ഇറങ്ങാനുള്ള സ്ഥലമായി. അങ്ങനെ വി റീച്ച്ഡ് അറ്റ് മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷൻ. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ള എസ്കലേറ്റർ. I need to go in escalator, but ഇവിടെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. 2 സൈഡിലോട്ടും ടെമ്പിളാ. മെട്രോ ഇറങ്ങിയിട്ടൊരു 450 മീറ്റേഴ്സ് നടക്കാനുണ്ട്. നടക്കുകയാണ്. ഇവിടെ വേറെയും ഈ ഏരിയയിൽ കുറേ അമ്പലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു.
സോ നമുക്ക് വിശക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ആദ്യം എന്തായാലും ഇസ്കോണിൽ പോയിട്ട് അവിടെ തന്നെ എന്തോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്നാണ് റീൽസൊക്കെ നോക്കിയപ്പോൾ അറിഞ്ഞത്. പെയ്ഡാണ്, എന്നാലും അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴിക്കും, ഇല്ലെങ്കിൽ പുറത്തേതെങ്കിലും നല്ല ഷോപ്പിൽ ചെന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴി നല്ല മഞ്ഞ പൂക്കൾ. കോളാമ്പി അല്ല, കൈൻഡ് ഓഫ് ഒരു പൂവാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ ഇസ്കോൺ ടെമ്പിളിന്റെ അടുത്തെത്തി. ഇതിലെന്താ എൻട്രി ടൈമിംഗ് ആണോ പൂജ ടൈമിംഗ് ആണോ മനസ്സിലാവുന്നില്ല. അയ്യോ, ഇത് തന്നെയല്ലേ ശ്രീ രാധാകൃഷ്ണനൊക്കെ ഇതെന്നാന്ന് തോന്നുന്നു. കമോൺ, അപ്പുറത്തെ റോഡിലാണ് ഇതെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ പോണ്ടി വരും. ഇവിടെ എന്തൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെരുപ്പിടാനൊരു സഞ്ചി ഇവർ തന്നിട്ടുണ്ട്. സഞ്ചിയല്ല, സോറി, എന്താ പറയുക, ചാക്കോ അല്ല, സഞ്ചി. ഇത് ഇവിടെ ടോക്കൺ അനുസരിച്ച് വെക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ 10 രൂപയ്ക്ക് ചെരുപ്പ് വെച്ചു. ഗൈസ്, ഇവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് വെക്കായിരുന്നു. വെറുതെ ചാക്കറ്റിന്റെ ഉള്ളിൽ കൊണ്ടു സാധനം വെച്ച്. ഇവിടെ ഇനി പോകാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളിൽ കുറച്ച് പാട്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞു തോന്നുന്നു. നമ്മളിവിടെ ഫോട്ടോ എടുത്തൊന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ ക്യാമറ പ്രൊഹിബിറ്റഡ് എന്നാണ് കാണിച്ചത്. എന്തായാലും ഒന്ന് പോയിട്ട് ഉള്ളിലെ സെറ്റപ്പ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. കമാൻ. അതെ ഗൈസ്, കയറുന്ന ടൈമിൽ ഒരാളുടെ ഫോട്ടോ എടുത്ത് കൊടുത്തിന്. അവിടെ അവരുടെ കൂടെയുള്ള കുട്ടിയാണത്. ചെറിയ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എക്സിറ്റിൻ്റെ അവിടെയാണ്. പക്ഷെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇസ്കോണിൻ്റെ എന്താണെന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഇപ്പോൾ ഇസ്കോൺ ടെമ്പിള്. അവിടെ 3 ഇസ്കോൺ ദൈവങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇവിടെയാണ് ഫൗണ്ടർ ഉള്ളത്. ഗൈസ്, ഈ ലൈറ്റിൻ്റെ ഒരു ഇതിൽ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ പ്രസാദം എന്തോ ഫ്രീ ആയിട്ടാണോ എന്നറിയില്ല, നോക്കാം. ഫ്രീ അല്ല. ഇവിടെ ലഡു പ്രസാദം ആൻഡ് ഇവിടെ പേട ആൻഡ് അവിടെ കുറേ സാധനങ്ങളുണ്ട്. പ്രസാദമായിട്ട് മേടിക്കേണ്ടവർക്ക് മേടിക്കാം. താഴെന്ന് വേറെയും പാട്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇവരുടെ പ്രാർത്ഥന എന്തൊക്കെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഭാഗവത സപ്താഹമൊക്കെ പോലെയാണ്. യൂണിഫോം ഇട്ട ഭാഗവത സപ്താഹമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇസ്കോൺ ടെമ്പിൾ ഐ തിങ്ക് എന്താണ്, നമ്മളെ മൊട്ടയടിച്ചിട്ട് ഈ ബാക്കിൽ മാത്രം ഒരു ഇത്തിരി മുടി വെക്കുന്നില്ലേ, അവരുടെ ഒരു ദൈവം ഗോഡാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടും അന്വേഷിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. ഗൈസ്, ഇവിടെ കുറേ എന്തൊക്കെയോ റൈറ്റിങ്സ് എന്തൊക്കെയോ ഉണ്ട്. ഇത് കൃഷ്ണൻ ടെമ്പിളാണ്. ശിവരാത്രിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്ന് എന്താല്ലേ വൈബിള്ള കുറേ കൃഷ്ണൻ്റെ എന്തൊക്കെയോ സാധനമുണ്ട്. ആൻഡ് എക്സിറ്റ് ഇപ്പറാണ്. ഇവിടെ എക്സിറ്റിൻ്റെ സ്ഥലത്ത് കുറേ ബിസ്ക്കറ്റ് സാധനമൊക്കെ വേണമെങ്കിൽ അതുണ്ട്. ഇത് ഇവർ ഇവിടെ സ്വീറ്റ്സ് ആണോ എന്നറിയില്ല. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെന്താ സംഭവം? ധർമ്മ സേവക്സ് ഗൈസ്, ഇത് ഇവർ ഡൊണേഷൻ ചെയ്തവരുടെ പേരാണ് കേട്ടോ. ആൻഡ് അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒറ്റൊരു പേരേ ഉള്ളൂ. അത് എവിടെ, ഹനുമപ്പ ചിന്നമ്മ, KGF. ലൊക്കേഷൻ കണ്ട ഗൈസ്, KGF. ബാക്കി എല്ലാവരും കുറേ ഗോവ എന്നുള്ളവരുണ്ട്, ബാക്കി ജയനഗർ, അങ്ങനെ കുറേ സ്ഥലത്തു നിന്നുള്ളവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫുൾ നമ്മൾ ആരൊക്കെ ഡൊണേഷൻ തന്നെന്നല്ല എഴുതിച്ചത്. എവിടെ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ?
കുട്ടിയില്ല ഗൈസ് കേരളത്തിൽ നിന്ന് ആരും ഡൊണേറ്റ് ചെയ്തില്ല. ഇഷ്ടംപോലെ അത് ഫുള്ള് തന്നെ. മടിവാലയുണ്ട്, ലോച്ചൻ ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുടെ ഫുൾ ലിസ്റ്റ് കണ്ടിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ വേറൊരു പ്രത്യേകത ഗൈസ്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ആരോ ഡൊണേറ്റ് ചെയ്ത ആളെ കിട്ടി, അർജുൻ. ഇവിടുന്ന് ഫുഡ് കിട്ടുന്നൊക്കെ കേട്ടിരുന്നു. എങ്ങനെയാണ്? ഇവിടെ എല്ലാം വിൽപ്പനയ്ക്കുള്ള സാധനങ്ങളാണ്. ഇവിടെ ഇങ്ങനെ കുറി തുറന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണുള്ളത്. ഞാനത് എവിടെയാണ് കിട്ടുക എന്ന് നോക്കി കുറേ, പക്ഷേ നമുക്ക് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടും പ്രസാദമൊന്നും തൊടാണ്ട് അങ്ങനെ പോവാണ്. ഇവിടെ എന്തോ കുളം ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ആർ ഇസ്കോൺ ടെമ്പിൾ. ആൻഡ് നമുക്ക് ഇവിടെ എന്തോ കിട്ടും തോന്നുന്നുണ്ട്. എന്താണെന്ന് ഇല്ലെന്ന് നോക്കാം. എന്തോ ചോറ് റൈസ് ആയിട്ടുള്ള എന്തോ പ്രസാദമാണ്. എനിക്കത് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ലൈക്ക് നമുക്ക് ഗസ് ചെയ്യാം ടേസ്റ്റ് എന്തായിരിക്കുന്നു. സ്വീറ്റ് കൈൻഡ് ഓഫ് ഒന്നും അല്ല എന്തായാലും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കൊന്നും മേടിച്ചിട്ടില്ല. സോ നമ്മൾ ഇനി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒഴിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും ഒന്നും കിട്ടൂല. ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പോപ്കോൺ ഉണ്ട്. അയ്യോ വിശന്നിട്ട് വയ്യ, എവിടുന്ന കഴിക്കാം? കണ്ടോ, 11:30 മുതൽ 2 മണി വരെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് മറ്റേതുണ്ട്, എന്താണ് അന്നദാനം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാനിന്ന് വന്ന ഇസ്കോൺ ടെമ്പിള്. ബാംഗ്ലൂർ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വരണം തോന്നി, അങ്ങനെ വന്നതിൽ സന്തോഷം. ആൻഡ് ഇവിടുത്തെ വെള്ള കളറ് ടെമ്പിളാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. നല്ല രസമുണ്ട് കാണാൻ. സോ ഇനിയും ഇതുപോലത്തെ അമ്പലങ്ങളിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് എനിക്ക് നല്ല വിശപ്പുണ്ട്, എവിടെ നിന്നാണ് കഴിക്കാമെന്നറിയില്ല. സോ നമുക്ക് വേഗം ഹോട്ടലിലേക്ക് പോവാം. ഓ, ഇവിടെ തായ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് മെനുവിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അയ്യോ, എനിക്ക് എന്തായാലും വേണം, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ മെനു ഉള്ള സാധനം ഇവർ ഇങ്ങനെ ഇടുക. അത് നല്ല സെറ്റ് സാധനമാണ്. നല്ല സെറ്റ് ഇഡ്ഡലി. ഫൈനലി ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു ഗൈസ്. ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്, ഫ്രണ്ട് മസാല ദോശ പറഞ്ഞത്. അപ്പം ഞാൻ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. നൈസാണ്. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി. എന്താ മസാല ദോശനെ പറ്റി പറയല്ലേ? വട വരാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മളുടെ ഇസ്കോൺ വിസിറ്റ് യാത്ര, അല്ലെങ്കിൽ നമ്മളുടെ ടെമ്പിൾ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞാനപ്പോൾ നേരെ PG പോവാണ്, മെട്രോയിൽ. സോ വേറൊരു വ്ളോഗ് കാണുമ്പോഴേക്കും ദിസ് ഇസ് ദിൽഷ ഷൈനിങ് ഓഫ്. ബൈ.